പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് ക്ലാസ് 1 ഹിന്ദിയിലെ ചുക് ചുക് ഗാഡി എന്ന കവിത മനസ്സിലാക്കാം. ആദ്യം തന്നെ പോയത്തിൻ്റെ മുന്നേ ആയിട്ട് കൊടുത്തിട്ടുള്ള പിക്ചർ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളിൽ അധിക പേരും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടാകും, റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടാകും അല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? അവിടെ ബുക്ക് സ്റ്റോൾ ഉണ്ടാകും, പിന്നെ സ്നാക്സിൻ്റെ കടകളുണ്ടാകും. ഈ പിക്ചറിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇതാ അങ്കുർ കിതാബേ ഹി കിതാബേ എന്ന് എഴുതിയിട്ടുള്ള ഒരു ബുക്കിൻ്റെ കടയുണ്ട്, എന്ന് ബോർഡ് വെച്ചിട്ടുള്ള ബുക്കിൻ്റെ കടയുണ്ട്. അഖ്ബാർ, ഉപന്യാസ്, മാസിക് പത്രികയെ, ഖേൽ പത്രിക, ഇതൊക്കെ ഇവിടെ കിട്ടും. അഖ്ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂസ് പേപ്പർ. പിന്നെ എന്താ കാണാൻ കഴിയുന്നത്? ഒരാൾ തിരക്കിട്ടിട്ട് സ്പീഡിൽ ഓടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രെയിനിൽ വന്നിട്ടുണ്ടാകും, അപ്പോൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഓടുകയാകും. പിന്നെ ഇവിടെ ഒരു ടി സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു സർദാർജി ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രെയിൻ വെയിറ്റ് ചെയ്യുകയായിരിക്കും. അതേപോലെ ഈ ബുക്ക് സ്റ്റോളിന് ആളുകൾ ബുക്സ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അടുത്ത പേജിൽ എന്താ കാണാൻ കഴിയുന്നത്? ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആളുകൾ ഇതവിടെ ക്യൂ നിൽക്കുന്നുണ്ട്, ടിക്കറ്റ് എടുക്കാനായിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടി ചായ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയും. ലക്കി ചായ്വാല എന്നാണ് ഈ ചായക്കടയുടെ പേര്. അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾ റെയിൽഗാഡി എന്ന് പറഞ്ഞാൽ എന്താണ്? തീവണ്ടി, ട്രെയിനായിട്ട് കളിക്കുകയാണ്. ചുക് ചുക് എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ ഉണ്ടാക്കിയിട്ട് അതേപോലെ കളിക്കുകയാണ്. ഇത് പുറകിലൂടെ ഇതാ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവർ ട്രെയിൻ കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് കവിത വായിച്ചു നോക്കാം. ചുക് ചുക് ഗാഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വെഹിക്കിൾ, അതായത് വാഹനം, വണ്ടി എന്ന് പറയാം. റെയിൽഗാഡി എന്ന് പറഞ്ഞാൽ ട്രെയിൻ, തീവണ്ടി. ചുക് ചുക് അതായത് അതിൻ്റെ ശബ്ദത്തിന്, അതായത് ചുക് ചുക് എന്ന് പറയുന്നത് ചുക് ചുക് ഗാഡി. അപ്പോൾ നമുക്ക് കവിത വായിച്ചു നോക്കാം. ചൂട്ടി മേരി റെയിൽ രേ ബാബു, ചൂട്ടി മേരി റെയിൽ, ഹട്ട് ജാओ ഭയ്യ, മേ ന ജാനു ഫിർ കുച്ച് ഭയ്യ, ടക്രാ ജായേ റെയിൽ. അപ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ കവി ഒരു കുട്ടിയുടെ രൂപത്തിൽ പറയുകയാണ്. കുട്ടിയായിട്ട്, ഒരു ചെറിയ കുട്ടിയായിട്ട് പറയുകയാണ്. അവർ ട്രെയിൻ ഉണ്ടാക്കി കളിക്കുകയാണ്, ട്രെയിനായിട്ട് ഇങ്ങനെ പോയിട്ട് കളിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? ചൂട്ടി മേരി റെയിൽ. ചൂട്ടണ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ലീവ്, അതായത് വിട്ടുപോവുക. അതായത് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വിട്ടുപോവുകയാണ്, സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ചൂട്ടി മേരി റെയിൽ, എൻ്റെ റെയിൽ ഗാഡി, എൻ്റെ തീവണ്ടി പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. രേ ബാബു ചൂട്ടി മേരി റെയിൽ. അപ്പോൾ ഫ്രണ്ടിനോട് പറയുകയാണ്, കുട്ടി ഫ്രണ്ടിനോട് പറയുകയാണ്, ഫ്രണ്ട്സിനോടൊക്കെ പറയുക, ചൂട്ടി മേരി റെയിൽ, എൻ്റെ ട്രെയിൻ പോകാനായിട്ട് തുടങ്ങി. ഹട്ട് ജാओ ഭയ്യ, ഹട്ട്ന എന്ന് പറഞ്ഞാൽ എന്താണ്? മാറുക. ഹട്ട് ജാओ, മുന്നിൽ നിന്ന് മാറൂ. ഹട്ട് ജാओ ഭയ്യ, സഹോദര മാറൂ. ഭയ്യ എന്ന് പറഞ്ഞാൽ ഭായിയാണ് ഭയ്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹട്ട് ജാओ, മാറൂ ഭയ്യ. മേ ന ജാനു ഫിർ കുച്ച് ഭയ്യ, ജാന എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയുക. മേ ന ജാനു, എനിക്കൊന്നും അറിയില്ല. ഫിർ കുച്ച് ഭയ്യ, പിന്നെ ഒന്നും എനിക്ക് അറിയില്ല. അതായത് മുന്നിൽ വന്ന് നിന്നിട്ട് ട്രെയിനിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ട്രെയിൻ തട്ടിയാൽ പിന്നെ എന്നോട് പറയണ്ട, എനിക്കൊന്നും അറിയില്ല. ടക്രാ ജായേ റെയിൽ, ടക്രാന എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിയിടിക്കുക, തമ്മിൽ കൂട്ടിമുട്ടുക. टकरा जाए रेल, चोटी मेरी रेल रे बाबू, चोटी मेरी रेल, हट जाओ भैया, मैं न जानू फिर कुछ भैया, टकरा जाए रेल. അപ്പോൾ കുട്ടിയുടെ രൂപത്തിൽ എന്താ പറയുന്നത്? ഈ വരികളിൽ കവി പറയുകയാണ്, ട്രെയിന് പോകാൻ തുടങ്ങിയിരിക്കുകയാണ്, സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പം ആളുകളോട് പറയുകയാണ്, തീവണ്ടി പാതയിൽ നിന്ന് മാറി നിൽക്കും. റെയിലിന് എന്താ പറയുന്നത്? പട്ടരി, അതായത് തീവണ്ടിപ്പാത, അതിന് മുന്നിൽ നിന്ന് മാറി നിൽക്കും. ട്രെയിന് വന്നാൽ പിന്നെ കൂട്ടിമുട്ടും, തട്ടിയാൽ പിന്നെ എന്നോടൊന്നും പറയണ്ട. മേ ന ജാനു ഫിർ കുച്ച് ഭയ്യ, പിന്നെ എനിക്കൊന്നും അറിയില്ല. ടക്രാ ജായേ റെയിൽ, ട്രെയിന് മുട്ടിയാൽ പിന്നെ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ട്രെയിൻ എങ്ങനെയാണ് പോകുന്നത്?
धक 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 बू दू 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 भक 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 भू 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 भൂ ചക്ക് 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 ചൂ 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 കത്തി ആയി റെയിൽ. എങ്ങനെയാണ് ട്രെയിൻ വരുന്നത്? ധക് 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 ഭക് 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 ഇങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ട്രെയിൻ വരുന്നത്. കർത്തി ആയി റെയിൽ, റെയിൽ ഗാഡി ഇങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. इंजन इसका भारी भरकम बढ़ता जाता गम 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 धम 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 करता टेलम टेल. ഇഞ്ചൻ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ, ട്രെയിനിൻ്റെ എഞ്ചിൻ. ഭാരി ഭർക്കം, ഭാരി ഭർക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഭാരമുള്ളത്, കനത്ത ഭാരമുള്ളത്, നല്ല വെയിറ്റുള്ളതാണ് ഇതിൻ്റെ എഞ്ചിൻ. ട്രെയിനിൻ്റെ എഞ്ചിൻ നല്ല വെയിറ്റുള്ളതാണ്. ബടുത്ത ജാത്ത ഗം 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 ഗം. ബടുത്ത ജാത്ത അതായത് പോകുന്നു. ആകെ ബടന എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക. ബടുത്ത ജാത്ത പോകുന്നു. എങ്ങനെയാ പോകുന്നത്? ഗം 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 എന്ന ശബ്ദത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ദം 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 കർത്ത ടേലം ടേൽ. ടേലം ടേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും വീണ്ടും തമ്മിൽ ഇങ്ങനെ കൂട്ടിയിടിക്കുക. അതായത് ധക്ക ധക്ക ധക്കാതേന, അതായത് ഇങ്ങനെ തമ്മിൽ കൂട്ടിയിടിക്കുക. അപ്പോൾ കൂട്ടിയിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഓരോരോ കമ്പാർട്ട്മെൻറ്റ്സും കൂട്ടിയിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ബോഗികൾ, ട്രെയിനിൻ്റെ ബോഗികൾ കൂട്ടിമുട്ടിക്കൊണ്ടാണ് പോകുന്നത്. सुनो गार्ड ने दे दी सीटी, टिकट देखता फिरता टीटी, सटी हुई वीटी से वीटी, करती पेलम पेल, चूटी मेरी रेल. സുനോ ഗാർഡിനെ ദീദി സീറ്റി. അപ്പോൾ ഗാർഡ് ട്രെയിന് പോകാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട് വിസിലടിച്ചു കഴിഞ്ഞു. സീറ്റി എന്ന് പറഞ്ഞാൽ വിസിൽ. ഗാർഡ് വിസിലടിച്ചു കഴിഞ്ഞു. ടിക്കറ്റ് ദേഖത്ത ഫിർത്ത ടി ടി. ടി ടി എന്താ ചെയ്യുന്നത്? ടിക്കറ്റ് ദേഖത്ത ഫിർത്ത. ഫിർത്ത എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ടി ടി. സട്ടി ഹുയി വീട്ടി സേ വീട്ടി. സട്ടി ഹുയി എന്ന് പറഞ്ഞാൽ അറ്റാച്ച് ആയിട്ടുള്ള, അതായത് അടുത്തടുത്തായിട്ടുള്ള. വീട്ടി സേ വീട്ടി. വീട്ടി എന്ന് പറയുന്നത് ഓരോരോ കമ്പാർട്ട്മെൻറ്റ്സ്, അടുത്തടുത്തുള്ള അറ്റാച്ച് ആയിട്ടുള്ള ഓരോരോ കമ്പാർട്ട്മെൻറ്റ്സും. കർത്തി പേലം പേൽ. പേലം പേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുഷവേ, അതായത് തള്ളുക. അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്തടുത്തായിട്ടുള്ള ഓരോരോ ബോഗികളും തമ്മിൽ മുന്നോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് അങ്ങനെയാണ് ട്രെയിൻ പോകുന്നത്. കുറച്ച് മീനിങ്സ് നമുക്ക് നോക്കാം. ചൂട്ടന എന്ന് പറഞ്ഞാൽ ടു ലീവ്, അതായത് വിടുക. റെയിൽ ഗാഡി എന്ന് പറഞ്ഞാൽ ട്രെയിന്. ടക്രാന കൂട്ടിയിടിക്കുക. ഭാരി ഭർക്ക് എന്ന് പറഞ്ഞാൽ കനത്ത ഭാരം, നല്ല ഭാരമുള്ളത്. ആകെ പഠന മുന്നോട്ട് പോവുക. ടേലം ടേൽ ധക്ക ധക്ക, അതായത് തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുക. പേലം പേൽ എന്ന് പറഞ്ഞാൽ പുഷവേ, തള്ളുക. ജാന പറഞ്ഞാൽ അറിയുക. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കവിത നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.